കുറേ നാളായി എവിടേക്കെങ്കിലും ഒരു യാത്ര പോയിട്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഹാപ്പി മൂഡിലായിരുന്നു കേട്ടോ. കുട്ടികൾ മാത്രമല്ല, നമ്മളും നല്ല ഹാപ്പി മൂഡിലായിരുന്നു. ട്രെയിൻ പോകുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ട്രെയിൻ പോകുന്നത് വളരെ അടുത്ത് നിന്ന് തന്നെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഇതുവരെയും പറഞ്ഞില്ലല്ലോ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ടെമ്പിളിലേക്കാണ് ഇന്നത്തെ യാത്ര. കുറേ നാളായി ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾക്കിനി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ നിന്നും ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന എൻട്രൻസിലൂടെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ദിവസം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ശിവരാത്രി ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ 111 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗവും അതിൻ്റെ കൂടെ തന്നെ ഹനുമാൻ സ്വാമിയെയും നമുക്ക് കാണാൻ കഴിയും. മൊബൈലൊന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതെല്ലാം ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് 200 രൂപയാണ്. മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും 200 രൂപയാണ് വരുന്നത്. ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാവുന്നതാണ്. പക്ഷേ ശിവലിംഗത്തിനകത്തെ കാഴ്ചകളൊന്നും വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ എൻട്രി ഫീ എടുത്ത് ശിവലിംഗത്തിനകത്തെ കാഴ്ചകളും കൂടെ കാണണം. അത്രയ്ക്ക് മനോഹരമാണ് ഇതിനകത്തെ കാഴ്ചകൾ. 8 നിലകളിലായാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമായ ഇവിടുത്തെ ശിവലിംഗം പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലുള്ള ചക്രാസും ഡീറ്റെയിൽസുമാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ശിവലിംഗത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഗൈഡ് കാണും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും നമ്മൾ ഓരോ ചക്രാസിലൂടെയും സഞ്ചരിക്കുന്നത്. ഈ ചക്രാസിലൂടെയൊക്കെ സഞ്ചരിച്ച് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ സ്റ്റെയറൊന്നുമില്ല, പകരം ഒരു ഗുഹയിൽ കൂടി പോകുന്ന ഒരു ഫീലിംഗാണ് ഉണ്ടാകുന്നത്. ഓരോ ഫ്ലോറിൽ കയറുമ്പോഴും ഓരോ ചക്രാസ് ബേസ് ചെയ്തിട്ടാണ് ഗൈഡ് വിവരിച്ചു തരുന്നത്. 8 നിലകളുള്ള ഈ ശിവലിംഗത്തിൻ്റെ 8ാമത്തെ നിലയായ ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ വരുമ്പോൾ കൈലാസമാണ്. അത് കാണുമ്പോൾ തന്നെ കണ്ണിനും മനസ്സിനുമൊക്കെ എന്താ ഒരു കുളിർമയെന്നറിയാമോ. അതുവഴി ക്രോസ് ചെയ്ത് താഴേക്ക് വരാവുന്നതാണ്. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂജാ സാധനങ്ങളും ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അതുമാത്രമല്ല, അരവണ, ഉണ്ണിയപ്പം, പ്രസാദം ഒക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഏതായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ കണ്ടിറങ്ങിയപ്പോൾ മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ട് ഇവിടുത്തെ കാഴ്ചകൾ. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ആ സ്ഥലത്തെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.